അള്ളാഹു നമ്മളെ തൃപ്തിപ്പെട്ടോ ഇല്ലയോ എന്നെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്ന് പലരും പ്രഗത്ഭരായ ഇസ്ലാമിക പണ്ഡിതന്മാരോട് ചോദിക്കുകയുണ്ടായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ തൃപ്തി എനിക്ക് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നെനിക്കെങ്ങനെ മനസ്സിലാവും? അതിൻ്റെ അലാമത്തുകൾ എന്താണ്, അതിൻ്റെ അടയാളങ്ങൾ എന്താണ് എന്ന ചോദ്യം പലരോടായി ചോദിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് പറയപ്പെട്ട ഉത്തരങ്ങളിൽ ഏറ്റവും ഒന്നാമത്തെ ഉത്തരം, അള്ളാഹു നമ്മളെ തൃപ്തിപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ മരണത്തിലും എൻ്റെ ഖബറിലും എൻ്റെ പരലോകത്തിലും ഭൗതിക ജീവിതത്തിലുമെല്ലാം അള്ളാഹുവിൻ്റെ കരുണാകടാക്ഷങ്ങൾ, അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിക്കത്തക്ക വിധത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി എനിക്കുണ്ടോ എന്ന ചോദ്യത്തിന് പറയപ്പെട്ട മറുപടിയിൽ ഒന്നാമത്തെ മറുപടി, പണ്ഡിതന്മാരുടെ വാക്കുകൾ ഒരാപ്തവാക്യം പോലെ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഇത് അറത്ത അൻ തഅരിഫ ഇൻദല്ലാഹി മഖാമക്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്റെ സ്ഥാനം എന്താണെന്ന് അറിയണമെന്ന് നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫൻദുർ ഫീമാ അഖാമക്, നീ എന്ത് ചെയ്യുന്നു എന്ന് നീ നോക്കിയാൽ മതി. നീ എന്താണ് ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്, ജീവിതത്തിൽ നിന്റെ നിലപാട് എന്താണെന്ന് നീ പരിശോധിച്ചാൽ നിന്നെ അള്ളാഹു തൃപ്തിപ്പെട്ടോ ഇല്ലയോ എന്ന് നിനക്കറിയാനാകും. എന്താണ് അതിൻ്റെ ആദർശം? അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് നല്ലൊരു ജീവിതം നയിക്കുവാനുള്ള, ഇസ്ലാമിക ജീവിതം നയിക്കുവാനുള്ള തൗഫീഖ്, സഹായം അള്ളാഹു നൽകുമെന്നാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാനും ഒരു പ്രലോഭനത്തിനും ഒരു പ്രചോദനത്തിനും വിധേയമാകാതെ അള്ളാഹു നിഷിദ്ധമെന്ന് ഉറപ്പുള്ള, നമ്മുടെ മനസ്സ് ന്യായീകരിക്കുന്നതല്ല, നമ്മുടെ പശ്ചാത്തലങ്ങളും സാഹചര്യങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടെത്തുന്ന പുതിയ ന്യായങ്ങളല്ല, പ്രത്യക്ഷമായി ഖുർആനിക വചനങ്ങൾക്കും അതേപോലെ തന്നെ പ്രവാചക ചര്യകൾക്കും നിഷിദ്ധങ്ങൾക്കും എതിരായിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വയസ്സുകൾ പിന്നിട്ടിട്ടും കാലങ്ങൾ പിന്നിട്ടിട്ടും എത്രയോ അനുഭവങ്ങളും താക്കീതുകളും ഉണ്ടായിട്ടും എത്രയോ കബറുകൾക്ക് മുന്നിലും മരണപ്പെട്ടവർക്ക് മുന്നിലും നിന്ന് മരണത്തെക്കുറിച്ച് ഏറ്റവും നല്ല ബോധം മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടും ഒഴിവാക്കാൻ പറ്റാത്ത തിന്മകൾ ഇനിയും ബാക്കി നിൽക്കുന്നുവെങ്കിൽ, ജീവിതത്തിൽ ഇസ്ലാമികമായ ഒരു ചിട്ടയിലേക്കും ഒരു ശരിയായ സൂക്ഷ്മതയുള്ള ജീവിതത്തിലേക്കും വരാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് അന്യമായോ എന്ന് നാം ഓരോരുത്തരും സ്വയമായി ചിന്തിക്കുകയും അതേപോലെ തന്നെ ആലോചിക്കുകയും വേണ്ടതുണ്ട് എന്നാണ്. എപ്പോഴും ഒരുപോലെ അത് നിലനിന്നുകൊള്ളണമെന്നില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല പല സന്ദർഭങ്ങളിലായി ആവർത്തിച്ചൊരു പ്രാർത്ഥന പറയാറുണ്ടായിരുന്നു. അത് കേട്ട പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിക്കുന്നുണ്ട്, ഇന്നക തുക്തിറു അൻ തഖൂൽ, താങ്കൾ എന്താണ് എപ്പോഴും ഇങ്ങനെ ധാരാളമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് വതാഅതിക്, അല്ലാഹുവേ ഹൃദയങ്ങളെ മാറ്റുന്നവനെ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിലും നിന്റെ അനുസരണത്തിലും നിനക്ക് വഴിപ്പെട്ടു ജീവിക്കുന്നതിലും എന്നെ നീ ഉറപ്പിച്ചു നിർത്തണമേ എന്തുകൊണ്ടാണ് താങ്കൾ ഇത്രയധികം തവണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ യുഅമ്മിന്നി, എന്നെ എന്താണ് നിർഭയത്വം, ഞാൻ എങ്ങനെ നിർഭയനായി തീരും? ഇന്നമാ ഖുലൂബുൽ ഇബാദ് ബൈന ഇസ്ബഈ റഹ്മാൻ, പരമകാരുണ്യകന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് ഒരടിമയുടെ ഹൃദയം. ഇന്നഹു ഇദാ അറാദ അൻ യുഖല്ലിബ, അല്ലാഹു അതിനെ ഒന്ന് മാറ്റി മറിക്കാൻ ഉദ്ദേശിച്ചാൽ ഒരടിമയുടെ ഹൃദയം മറിയും. അതുകൊണ്ട് എല്ലാ സന്ദർഭങ്ങളിലും ജീവിതത്തിൽ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് നിലനിൽക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തി നമുക്കുണ്ടെന്ന് വിചാരിക്കാൻ പറ്റും. അള്ളാഹുവിന്റെ തൃപ്തി എന്നത് ചെറുതല്ല സുഹൃത്തുക്കളെ. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറയാണ്, വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അള്ളാഹു സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും വാഗ്ദത്തം ചെയ്തിരിക്കുന്നു താഴ്വാരത്തിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗം, അവരതിൽ നിത്യവാസികളായിരിക്കും. വമസാകിന ത്വയ്യിബ, ഏറ്റവും നല്ല വിശിഷ്ടമായ, ഒന്ന് മാറിപ്പോകണമെന്നോ ഒരു മടുപ്പോ ഉണ്ടാക്കാത്ത നല്ല താമസ സ്ഥലങ്ങൾ അള്ളാഹു ഫി ജന്നാത്തി അതിന്റെ നിത്യവാസത്തിന്റെ സ്വർഗത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരിളുവാനും മിനല്ലാഹി അക്ബർ, എന്നാൽ അള്ളാഹുവിന്റെ തൃപ്തി അതാണ് ഏറ്റവും വലുത്. ദാലിക ഹുവൽ ഫൗസുൽ അദീം, അതാകുന്നു മഹത്തായ വിജയമെന്നാണ്. മറ്റൊരിടത്ത് സൂറത്ത് ആൽ ഇംറാനിലെ 15-ാം വചനത്തിൽ അല്ലാഹു പറയുന്നു, ഖുൽ അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും, അതിനേക്കാളെല്ലാം ഏറ്റവും ഉത്തമമായ ഒന്നിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് താഴ്വാരത്തെ നദികൾ ഒഴുകുന്ന സ്വർഗമുണ്ട്. ഖാലിദീന ഫീഹാ, അവർ നിത്യവാസികളായിരിക്കും. വഅസ്വാജു മുതഹറ,
അവർക്ക് പരിശുദ്ധങ്ങളായ ഇണകളുണ്ട്. വരിദ്വാനും മിനല്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തിയുണ്ട്. വല്ലാഹു ബസീറും ബിൽ ഇബാദ്, അള്ളാഹു തന്റെ അടിമകളെ കണ്ടറിയുന്നവനാകുന്നു എന്നാണ്. അതുകൊണ്ട് ഒരു സൂക്ഷ്മതാ ജീവിതം, അള്ളാഹു നിർബന്ധമാക്കിയ നമസ്കാരങ്ങളോട് ഒരു പൂർണ്ണ പ്രതിബദ്ധത, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുന്നെന്ന് മാത്രമല്ല, അത് ചെയ്യുന്നത് കാണുമ്പോൾ പോലും മനസ്സിനൊരു വേദന. അതേപോലെ അള്ളാഹു എന്തെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ വിശ്വാസപരമായ കാര്യങ്ങൾ, അതെല്ലാം ഒരു സംശയവുമില്ലാതെ അംഗീകരിക്കാൻ നമ്മുടെ മനസ്സ് വഴങ്ങുന്നു. ഖബർ ശിക്ഷ ഉണ്ട് അറിയുമ്പോൾ മനസ്സൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, അത് സംശയിക്കുന്നില്ല. അള്ളാഹ് പറഞ്ഞോ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ എങ്കിൽ അതോ സത്യം. എന്തു കേൾക്കുമ്പോഴും അതൊക്കെ അതുപോലെ അംഗീകരിക്കുവാനും വിശ്വസിക്കുവാനും നമ്മുടെ മനസ്സ് പാകപ്പെടുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് അവൻ വിധേയനായിരിക്കുന്നു എന്ന് അവന് സമാധാനിക്കാമെന്നാണ്. മറ്റൊരു കാര്യം നമ്മൾ ഹദീസുകളിൽ കാണുന്നതും പണ്ഡിതന്മാർ പറഞ്ഞതും അള്ളാഹുവിന്റെ തൃപ്തി നമുക്കുണ്ടോ എന്നറിയുവാനുള്ള കാര്യം. എല്ലായ്പ്പോഴും നമുക്ക് പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അള്ളാഹുവിന്റെ കോപത്തിന്റെയോ ശിക്ഷയുടെയോ ഭാഗമായിട്ടല്ല. പലപ്പോഴും സ്വന്തം മാതാപിതാക്കളോട് വളരെ മോശമായി പെരുമാറുന്ന, അവിടെ സംതൃപ്തി വിധേയമാകാത്ത, അവരെ എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഇവിടെ വെച്ചുകൊണ്ട് ശിക്ഷ കൊടുക്കാം. അതുപോലെ ചില കാര്യങ്ങൾക്ക് ഇവിടെ ശിക്ഷ കിട്ടാം. എന്നാൽ ഇത് അഹബ്ബല്ലാഹു തആല അബ്ദൻ, അള്ളാഹ് ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ, തൃപ്തിപ്പെട്ടാൽ, സ്വബ്ബ അലൈഹിൽ ബലാഉ സ്വബ്ബൻ, പരീക്ഷണങ്ങൾ അവന്റെ മേൽ കോരിച്ചെരിയുമെന്നാണ്. ചിലപ്പോൾ പല രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് ആളുകൾ അറിയുന്നത് പോലും നമുക്ക് പലപ്പോഴും വിഷമമായി തോന്നും. കാരണം അത് പലരും രോഗത്തെ അപമാനമായി കാണും. രോഗം എങ്ങനെ അപമാനമാകും സുഹൃത്തുക്കളെ? ലോകത്തെ ഏറ്റവും വലിയ മഹാപണ്ഡിതന്മാർ പോലും വർഷങ്ങളോളം മാരകമായ രോഗത്തിൽ കിടന്നവരുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പനി വന്നിട്ടുണ്ട്. അവസാന സമയത്ത് ഒരാഴ്ച മാരകമായ പനി ബാധിച്ചുകൊണ്ടാണ്. ആ സമയത്ത് പ്രവാചകൻ വളരെയധികം വേദന അനുഭവിച്ചുകൊണ്ടാണ് അവസാന സന്ദർഭത്തിൽ രോഗത്തിന്റെ വേദന അനുഭവിച്ചിട്ടുണ്ട്. എങ്ങനെ രോഗം അപമാനമാകുന്നത്? വലിയ പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ മക്കളിലും സ്വത്തിലും ശരീരത്തിലും എല്ലാം വരാം. ആ കാലത്തിൽ മലായിക, അങ്ങനെ ഒരടിമ വിഷമങ്ങളും ബുദ്ധിമുട്ടും വരുമ്പോൾ അവൻ അള്ളാഹുവോട് വിളിച്ച് പ്രാർത്ഥിക്കും. അപ്പൊ മലക്ക് പറയും സൗത്തുൻ മഅറൂഫ്, ഇതാ നല്ല പരിചിതമായ ഒരു ശബ്ദം. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറയും യാ റബ്ബി അബ്ദുക ഫുലാൻ, അള്ളാഹുവേ നിന്റെ ഇന്ന അടിമയാണ് വിഷമം വന്നിട്ട് എന്നോട് ഇങ്ങനെ ദുആയിരുന്നുകൊണ്ടിരിക്കുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യഖ്ലിലഹു ഹാജതഹു, അവന്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുക പടച്ചവനെ എന്ന് പറയും. അള്ളാഹു പറയും ദഉ അബ്ദി, എന്റെ അടിമയെ വിട്ടേക്കുക. ഫഇന്നി ഉഹിബ്ബു അൻ അസ്മഅ സൗതഹു, അവന്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അള്ളാഹു നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക സുഹൃത്തുക്കളെ. വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അതൊന്നും അപമാനമായി കാണണ്ട. എല്ലാ തിന്മകളും കൊഴിഞ്ഞു 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 പോയി നാളെ ഖബറിലും പരലോകത്തിലും എത്തുമ്പോൾ ആ അവസാന സമയത്ത് സഹിച്ച രോഗവേദനകളെ കൊണ്ട് ഒരു പാപം പോലും കാണാതെ, ഒരു പാപത്തെ പോലും കണ്ടെത്തേണ്ടി വരാതെ പരിശുദ്ധരായി പരലോകത്തെത്തുന്ന എത്ര പരീക്ഷണ വിധേയരുണ്ട് എന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അപ്പൊ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഇങ്ങനെ വരുമ്പോൾ അതൊന്നുമില്ലാത്ത ആൾക്കാരെ കണ്ടുങ്ങാട്ട് പടച്ചോൻ എന്തിനെങ്ങനെ ആക്കിയെന്ന് ചിന്തിക്കണ്ട. അത് അള്ളാഹു അവൻ നമ്മളെ തൃപ്തിപ്പെട്ടു തന്നതുകൊണ്ട്, തൃപ്തിപ്പെട്ടതുകൊണ്ട് തന്നതാകാമെന്നാണ്. മറ്റൊന്ന് എപ്പോഴും എന്താ അറിയോ, പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദിക്റുകൾ ചെല്ലാം. രാവിലെ സുബഹി കഴിഞ്ഞാൽ കുറച്ചിരുന്ന് ചെല്ലാം, മഗ്‌രിബിന്റെ മുമ്പ്, അതേപോലെ എവിടെയെങ്കിലൊക്കെ ഒന്ന് സ്വസ്ഥമായിരിക്കുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ തോന്നുക. അത് അള്ളാഹു തൃപ്തിപ്പെടുന്നവരുടെ ഒരു ലക്ഷണമാണെന്നാണ് നമുക്ക് വിശുദ്ധ ഖുർആൻ എന്ന് മനസ്സിലാകുന്നത്. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, സത്യവിശ്വാസികളുടെ ഗുണം പറയുമ്പോൾ അള്ളാഹ് പറയാണ് ദിക്റുകളെ കൊണ്ട് അവരുടെ മനസ്സുകൾ സമാധാനം അടയുമെന്നാണ്. ദിക്റൊക്കെ ചെല്ലാൻ തോന്നുന്ന സുഹൃത്തുക്കൾ, അതൊരു നല്ല അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാനുള്ള മാർഗവും തൃപ്തി കിട്ടിയതിന്റെ ഒരു അടയാളവുമായിരുന്നു. ചില ആളുകളുടെ മരണവാർത്ത കേൾക്കുമ്പോൾ നോക്കിയില്ല നിങ്ങൾ, ഒരു നല്ല കാര്യം, അയാൾ നിസ്കാരത്തിൽ ആ സുജൂദിൽ പോണ സമയത്താണ് അയാൾ മരിച്ചത്, നോമ്പുകാരനായിട്ടാണ് മരിച്ചത്, ഹജ്ജ് യാത്രയിലാണ് മരിച്ചത് എന്നൊക്കെ പറയാറുണ്ട്. അതൊരു നല്ല ലക്ഷണമായി ഹദീസുകളിലുണ്ട്, അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഒരു ഹദീസിൽ കാണാം ഇദാ അറാദ അല്ലാഹു അസ്സ വജൽ ബിഅബ്ദിൻ ഖൈറൻ അസലഹു, അള്ളാഹു തന്റെ ഒരു അടിമക്ക് നല്ലത് ഉദ്ദേശിക്കുകയാണെങ്കിൽ, അതിന് അടിമയെ തൃപ്തിപ്പെടുകയാണെങ്കിൽ എന്താകും, അവന് അള്ളാഹു നല്ല അവസരങ്ങൾ കൊടുക്കുന്നതാണ്. യഫ്തഹുല്ലാഹു അസ്സ വജൽ ലഹു അമലൻ സ്വാലിഹൻ ഖബ്ല മൗതിഹി, മരണത്തിന് തൊട്ട് മുമ്പ് എന്തെങ്കിലും നന്മകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നതാണ്. തുമ്മ യഖ്ബിലുഹു അലൈഹി, പിന്നെ ആ നന്മ ചെയ്തുകൊണ്ടിരിക്കുക, നോമ്പുകാരനായിരിക്കെ, ജമാഅത്ത് നിർവഹിക്കുന്ന, അല്ലെങ്കിൽ ആളുകൾക്ക് ദീനിന്റെ കാര്യങ്ങൾ ദർസെടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്പീച്ചിങ് സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് തന്നെ നേരെ മരണത്തിക്കാൻ പോകുന്ന ആളുകളുണ്ടായിരിക്കും. ഇത് വേറെയും ഹദീസുകൾ വേറെയും ഹദീസുകളിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അവസാനം യുബ്അസു കുല്ലു അബ്ദിൻ അലാ മാ മാത അലൈഹി, ഓരോ അടിമയും മരണപ്പെട്ട രൂപത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ജീവിതത്തിൽ എപ്പോഴും മരിക്കാലോ, എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യത്തിലാകാൻ വേണ്ടി ശ്രമിക്കുക.
അള്ളാഹ് തരുന്ന തൗഫീഖാണ്. എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാൻ ഒരു നല്ല കാര്യത്തിലായിക്കൊണ്ട് മരണപ്പെടാനുള്ള ഒരു കാര്യം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഷെയ്ഖ് സാലിഹ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അത് വിശദീകരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, വൈൻ തഷ്കുറൂ യർലഹു ലക്കും. നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യുന്നറിയോ, അവനെ തൃപ്തിപ്പെടും, നന്ദിയുള്ളവനാകും. നന്ദി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ രൂപം ഹദീസിൽ തന്നെ കാണാൻ പറ്റും. ഇന്നല്ലാഹ ലയർള അനിൽ അബ്ദ്, ഒരു അടിമയെ അള്ളാഹു തൃപ്തിപ്പെടും എപ്പോൾ അൻ യഅ്കുലൽ അക്ലത, എന്തെങ്കിലും ഒരു ഭക്ഷണം അവൻ എന്ത് ചെയ്യുന്നു, കഴിക്കുന്നു. ഫയഹ്മദുഹു അലൈഹി, അത് തിന്നിട്ട് എന്ത് ചെയ്യുന്നു, അൽഹംദുലില്ലാ എന്ന്. ഒരു ഈത്തപ്പഴം വായിലിട്ട് അത് കഴിച്ചാലും അൽഹംദുലില്ലാ എന്ന് പറയും. ഔ യശ്റബു ശുർബ ഫയഹ്മദുഹു അലൈഹി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കുടിച്ചു, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരിറക്ക വെള്ളം കുടിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവനെ തൃപ്തിപ്പെടുമെന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള ഒരു മാർഗ്ഗമാണ് എന്തൊരു നന്ദി. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കൊടുക്കുക, നന്ദി ചെയ്യാം. അത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം. അമ്മാ ബിനിഅ്മതി റബ്ബിക ഫഹദ്ദിസ്, നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടും നമുക്ക് നന്ദി ചെയ്യാൻ കഴിയും. മറ്റൊരു കാര്യം അള്ളാഹുവിന്റെ തൃപ്തിയും സ്നേഹവും ലഭിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ് എന്തൊരു, സുന്നത്തുകളിലെ കണിശത. നബി ഇസ്ലാസ്മ പഠിപ്പിച്ച കാര്യങ്ങളിൽ സുന്നത്തുകളുടെ കണിശത, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. താടി വെച്ച്, ചെറിയൊരു താടി വെച്ചൊരു ഭർത്താവിനോട് ആ താടി എടുത്ത് കളഞ്ഞേ പറ്റൂ എന്ന് ഭാര്യ നിർബന്ധം പിടിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നു, അത് വെക്കൽ സുന്നത്തല്ലേ, അതിനൊരു തെളിവില്ലേ? അപ്പൊ തെളിവൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഭാര്യ പറയുന്നത് അതൊരു സുന്നത്തല്ലേ. അപ്പൊ സുന്നത്താവുമ്പോൾ എന്തിനാ അപ്പൊ തന്നെ ഒഴിവാക്കിക്കൂടെ എന്നാണ്. അപ്പോൾ സുന്നത്താണ്, അത് ഒഴിവാക്കുക. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും നിർവചനമായി പഠിച്ചു വെച്ചത് ഒഴിവാക്കാവുന്നത് എന്നാണ്. അതപ്പോൾ ചെയ്യാവുന്ന പ്രവാചക ചര്യ എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? പ്രവാചക ചര്യ എന്ന് പറഞ്ഞാൽ പിൻപറ്റേണ്ടത് എന്നാണ്, ഒഴിവാക്കേണ്ടത് എന്നല്ല. അങ്ങനെയാണെങ്കിൽ നിസ്കാരത്തിൽ ഫർളല്ലാത്ത, റുക്നല്ലാത്ത എത്ര കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒഴിവാക്കി ബാക്കി നിസ്കരിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ എന്താ കുറച്ചൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുക, ഒരു പ്രതിബദ്ധത. നമ്മൾ കേൾക്കുന്ന നല്ല കാര്യങ്ങളും സുന്നത്തുകളും ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ എന്താണ്, ഇതാ അഹ്ബബ്തുഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കാത് ഞാനാകും, അവൻ കാണുന്ന കണ്ണ് ഞാനാകും. സുന്നത്തുകളെ കൊണ്ട് അള്ളാഹുവിന് തൃപ്തി ലഭിക്കും. വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്തെങ്കിലുമൊക്കെ ദീനിൽ നല്ല കാര്യങ്ങൾ, അത് നിത്യമാക്കുകയാണെങ്കിലോ അള്ളാഹുവിന്റെ സ്നേഹം കുറച്ചും കൂടെ കിട്ടാൻ അത് കാര്യമായി തീരും. മാത്രമല്ല സുഹൃത്തുക്കളെ, നമസ്കാരത്തിലുള്ള ശ്രദ്ധ അത് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്ന ലക്ഷണം. നിസ്കാരത്തിൽ നിസ്കരിക്കും, നമ്മളെല്ലാവരും നിസ്കരിക്കും. പക്ഷെ എല്ലാവരും നിസ്കാരം ഒരുപോലെ അല്ലല്ലോ സുഹൃത്തുക്കളെ. നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോൾ തന്നെ അവിടെ ആൾക്കാരുണ്ടല്ലോ. നമ്മൾ പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് പോന്നാലും പോരാത്തവരുണ്ടല്ലോ അവിടെ, അല്ലേ? ലോഹറിന്റെ മുമ്പുള്ള 4 റക്അത്ത് സുന്നത്തും നിസ്കരിച്ചിട്ട് ലോഹർ ജമാഅത്തിൽ പങ്കെടുക്കണം. അപ്പൊ എല്ലാവർക്കും ഒരേ ശ്രദ്ധയല്ല. വിശുദ്ധ ഖുർആനിലെ ഒരു വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് പിന്നെ ഇമാം നാസിർ സഅദി റഹ്മഹുല്ലാഹ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും തറാഹും റുക്അം സുജ്ജദ. മുഹമ്മദ് നബി സല്ലല്ലാഹു അനുചരന്മാരെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, നിനക്കവരെ അധികമായി റുക്കൂ ചെയ്യുന്നവരും സുജൂദ് ചെയ്യുന്നവരുമായിട്ട് കാണാം എന്നാണ്. നാസിർ സഅദി റഹ്മത്തുള്ളാഹി പറഞ്ഞു, വസഫഹും കസറത്ത സ്വലാ, അവർ കുറേ നിസ്കരിക്കുന്നതാണ് ഈ ആയത്തിന്റെ അർത്ഥം. അവർ ധാരാളമായി നമസ്കരിക്കും. വമഖ്സൂദുഹും ബുലുഗ റിദാ റബ്ബിഹിം, റബ്ബിന്റെ തൃപ്തി കിട്ടാനാണ് ആ നിസ്കാരം. അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള മാർഗമാണ് നമസ്കാരം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. മറ്റൊരു കാര്യം അനിവാര്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എന്താ അറിയോ, അള്ളാഹുവിനെ നമ്മൾ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു, ഉൾക്കൊള്ളുന്നു എന്നറിയൽ അള്ളാഹുവിന്റെ വിധികളിലാണ്. അള്ളാഹുവിന്റെ വിധി ചിലപ്പോൾ നമുക്ക് വിപരീതമായി അനുഭവപ്പെടും. അങ്ങനെ അനുഭവപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾ വെറുക്കുന്ന കാര്യത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ധാരാളം നന്മകൾ വെച്ചിട്ടുണ്ട്. നമുക്കൊരു പ്രതികൂലമായ ഒരു സംഗതി വരുമ്പോൾ അതിൽ എന്തൊക്കെയോ നന്മകളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, അള്ളാഹു പറയുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളണം. വല്ലാഹു യഅലം വ അൻതും ലാ തഅലം. നമുക്ക് ആലോചിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടൂല, പടച്ചോനെ ഇതുകൊണ്ട് എന്ത് ഗുണമാണ് എനിക്ക് വരാൻ. പക്ഷെ വല്ലാഹു യഅലം, അള്ളാഹു അറിയുന്നു, വ അൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിവില്ലാത്തവരാകും, നിങ്ങൾക്ക് അറിയാൻ പറ്റൂല. അതുകൊണ്ട് അള്ളാഹു എന്തോ ഹൈർ ഉദ്ദേശിക്കും എന്ന് വിചാരിച്ച് അള്ളാഹു തരുന്ന വിധികളിൽ സമാധാനിക്കുവാൻ നമ്മൾക്ക് എന്ത് ചെയ്യണം, കഴിയണം. സുഹൃത്തുക്കളെ, ഈ പറയപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തി നമുക്കുണ്ടോ എന്ന് സ്വയം അറിയാൻ കഴിയും.